നമസ്തേ. നമസ്തേ സാറേ, നമ്മള് ലാസ്റ്റ് എപ്പിസോഡില് ഒരു നാഗരാജാവ് ഇങ്ങനെ വന്ന് ഗാർഡ് ചെയ്ത ഒരു ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പൊ എനിക്ക് സാറുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, സാറിന്റെ ലൈഫില് രാമൻ പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് തന്നിട്ടുണ്ട് സാറിന്റെ ലൈഫിൽ. അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദവും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് പറഞ്ഞു പോവാം സാർ. അത് ഞങ്ങൾ തമ്മിലുള്ള ശത്രുതയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ തമ്മിൽ വലിയ യോഗ്യമൊന്നും അല്ലായിരുന്നു. എന്റെ മേലിലൊരു ഓഫീസ് ഉണ്ടാവും, DM ഓഫീസ് എന്നാണ് പറയുക. ഓക്കെ. അപ്പൊ അവർക്ക് എന്നോടുള്ള വൈരാഗ്യം എന്തോ കാരണത്താൽ ഉണ്ടായി. അത് തീർക്കാന് ഒരു ചട്ടമ്പി എന്റെ അടുക്കലായിട്ട് ഫാർമസിസ്റ്റ് ആയിട്ട് അവരയച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ് ഈ പറഞ്ഞ ആൾ. നമ്മൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ശരിയല്ല. കാരണം ഈ പുള്ളിയുടെ മകൻ ഇപ്പോ DM ഓഫീസിലെ സൂപ്രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അയാള് അങ്ങനെ എന്റെ അടുക്ക വന്നു. നേരത്തെ എന്റെ ഞാൻ ഇരുന്ന സ്ഥാപനത്തിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അന്ന് അവിടെ ഇരുന്ന മെഡിക്കൽ ഓഫീസറെ ദേഹോപദ്രവം ചെയ്തൊക്കെ പുള്ളി തിരിച്ചും അതുപോലെ ദേഹോപദ്രവം കിട്ടി. കാലിന്റെ മുട്ടില് ചിരട്ട പൊട്ടിക്കുകയൊക്കെ ചെയ്തു. രണ്ട് കാലിന്റെ മുട്ടും ചിരട്ട പൊട്ടിച്ചു. എന്തിനാണ് ദേഹോപദ്രവം ചെയ്യുന്നത്? ദേഹോപദ്രവം ചെയ്തത് അവിടുത്തെ ഡോക്ടറെ അടിച്ചതിനാണ്. ഡോക്ടറുടെ ഭർത്താവ് ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കുകയായിരുന്നു. ഈ ആളെയാണ് എനിക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് വിട്ടത്. അപ്പൊ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ അവർക്ക് ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് വിട്ടത്. ഇയാള് വന്ന് വലിയ ലോക്യമൊന്നുമില്ല. ഞാൻ പുള്ളിയെ പറ്റി പുള്ളിയുടെ ചരിത്രമൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ഭീതിയുണ്ട് എന്താ സംഭവിക്കുന്നത്. അങ്ങനെയാണ് സ്റ്റാർട്ടിങ് കുറെ അങ്ങോട്ട് കഴിഞ്ഞ് കുറെ ഇയാള് ചില ഫാർമസിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ തുടങ്ങി വരുന്നുണ്ട്. അത് വലിയ മോഷണത്തിലേക്ക് മരുന്നുകൾ മോഷ്ടിച്ച് ആകെ വിൽക്കുകയായിരിക്കും, എനിക്കറിയില്ല. അപ്പൊ ഞാൻ പിടിച്ചില്ല. പകരം വേറൊരു ഓഫീസർ വന്നപ്പോ പിടിച്ചു പോകുന്നത്. പുള്ളി അത് ഒഴിവാക്കി. എങ്കിലും പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് ഈ കാശിന് വലിയ ദാരിദ്ര്യമാണ്. അതിന് എനിക്ക് അന്ന് ആ സ്ഥാപനത്തിൽ വെച്ചിട്ട് ഒരുപാട് ആൾക്കാരെന്റെ ഈ അനുഭവങ്ങൾ കേൾക്കാനായിട്ട് കൂടുമായിരുന്നു. കുറെ പേര് കൂടുമായിരുന്നു. ഈ ആധ്യാത്മിക അനുഭവങ്ങൾ കേൾക്കാനായിട്ട് കൂടുമായിരുന്നു. പിന്നെ എന്റെ കയ്യിൽ നിന്ന് ചെറിയ ഉപദേശങ്ങൾ കിട്ടാൻ വേണ്ടി പലരും വരുമായിരുന്നു. അത് ഇടയ്ക്കൊരു ഇന്റർവെൽ ഒരു 2-3 മണിക്കൂർ അന്ന് ഉണ്ടായിരുന്നു. അന്ന് സമയം കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് കേട്ടുകൊണ്ടിരുന്ന രാമൻപിള്ളയ്ക്ക് ഒരു ദിവസം പുള്ളി പറഞ്ഞു, എനിക്ക് ഈ കാശിനോട് വലിയ അത്യാർത്ഥിയാണ്, അതുകൊണ്ട് സാറിന് കുറെ വിദ്യകളൊക്കെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കൊരു വിദ്യ അറിയില്ല. അല്ല, എന്തെങ്കിലും മന്ത്രം എനിക്ക് പറഞ്ഞു തന്നാല്. ഞാൻ ലോട്ടറി എടുക്കാറുണ്ട്. ലോട്ടറി അടിച്ചാൽ എനിക്ക് കാശിനോടുള്ള ആർത്തി തീരും. ഞാൻ പറഞ്ഞു, എനിക്ക് രാമൻപിള്ള അല്ലെ ഈ പറയുന്ന കക്ഷിയോട് വിചാരിക്കുന്ന പോലെ എനിക്ക് മന്ത്രമൊന്നും അറിയില്ല. പിന്നെ ആകപ്പാടെ അറിയാവുന്നത് ഗായത്രി അറിയാം. അത് വേണേ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അത് പുള്ളിക്കും അറിയാം. പുള്ളി ഈ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ ശിഷ്യനാണ്. പുള്ളി എന്തായാലും അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഗായത്രി മതിയെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ട് പുള്ളിയെ ഇരുത്തി ഗായത്രി ഉപദേശിക്കേണ്ട രീതിയിലൊന്നും അല്ല, ചുമ്മാതെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഉടനെ തന്നെ എന്റെ കയ്യിലോട്ടൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു തന്നു. ലോട്ടറി ടിക്കറ്റ് അന്നത്തെ ഓണം ബമ്പറാണ്.
ഇത് 94-5 ആണ്. ഓ 94-95 ആണ്. ഓക്കെ. അപ്പൊ ആ ലോട്ടറി ടിക്കറ്റ് ഞാൻ അയാളുടെ നിർബന്ധം കൊണ്ട് മേടിച്ചിട്ട് തിരിച്ച് അയാളെ തന്നെ കൊടുത്തു. പക്ഷെ ആ പ്രാവശ്യത്തെ ബമ്പർ ഇയാൾക്കാരും ഓണം ബമ്പർ എത്ര അടിച്ചേ? അന്നത്തെ 5 ലക്ഷം. അന്നത്തെ 5 ലക്ഷം അന്നൊരു വലിയ സംഖ്യയാണ്. അന്ന് ഗസറ്റ് ഓഫീസർമാർക്ക് 1550 രൂപയെ ശമ്പളമുള്ളൂ. അന്നൊരു വലിയ സംഖ്യയാണ്. അപ്പൊ അതോടെ ഇയാളുടെ ആർത്തി ഒക്കെ മാറി. ഈ കാശ് ഇയാളുടെ അനിയന്മാരും മറ്റുള്ളവരും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഇയാൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അടിച്ചതോ ഈ അടിച്ചതോ അനിയന്മാരും ഒക്കെ അന്നേരം എല്ലാവരും സ്നേഹം ഭാവിച്ചു കൂടി എല്ലാം അടിച്ചോണ്ട് പോയി, തിരിച്ചു കൊടുത്തില്ല. ഈ സമയത്ത് ഞാൻ എന്റെ വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. ഞാനിപ്പോ ഇരിക്കുന്ന വീട് എന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന് ഒരു വിശേഷം. അപ്പൊ എനിക്ക് ഈ വീട് പണി നടക്കുമ്പോ ഏതെങ്കിലും കുറെ രൂപയുടെ ആവശ്യം വന്നാല് ഒരു ഞാൻ ആ പറഞ്ഞ ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്റെ ബാഗിനകത്ത് ആ തുക കാണുമായിരുന്നു. ആ ബാഗിനകത്ത് അന്നത്തേക്ക് വേണ്ട 5000 അന്നും 5000 എന്നൊക്കെ പറഞ്ഞ വലിയ തുകയാണ്. 450 രൂപയൊക്കെ ഉള്ളൂ ഒരു ലോഡ് പാറയ്ക്ക്. ഒരു മിനിറ്റ് സാറേ, അപ്പൊ സാറിനാണോ പൈസ വരുന്നത്? അല്ല, എനിക്കാണ് പൈസ വരുന്നത്. ഈ ബാഗിനകത്ത് ഈ കാശ് വരികയാണ്. ഇത് എവിടുന്ന് വരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, അന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് രാമപിള്ളയ്ക്ക് കിട്ടിയ ലോട്ടറി ഞാൻ മേടിച്ചില്ല. അയാള് നിർബന്ധിച്ചിട്ടും ഞാൻ മേടിച്ചില്ല. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആവശ്യത്തിന് കാശ് കിട്ടുന്നുണ്ടല്ലോ എന്റെ ബാഗിനകത്ത്. പക്ഷെ അങ്ങനെ അതൊരു അതിശയമാണല്ലോ സാറേ. എങ്ങനെയാണ്? എനിക്കറിയില്ല. എനിക്ക് ഇപ്പോഴും അറിയില്ല അത് എങ്ങനെയാ വരുന്നത്. വന്നതെന്ന് ഇപ്പോഴും അറിയത്തില്ല. എത്ര രൂപയാണ് വരുന്നത്? അത് മിക്കവാറും ദിവസം എല്ലാം വരും. 3000, 5000. അന്ന് എത്ര രൂപ ആവശ്യമുണ്ടോ അത്രയും രൂപ വരും. വീട് പണിക്ക് ആവശ്യം അന്ന് വീട് പണിക്ക് ആവശ്യമുള്ള തുക അന്നു വരും ബാഗിനാണ്. ആ ബാഗ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലമായതുകൊണ്ട് രാമപിള്ളയ്ക്ക് ലോട്ടറി അടിച്ചപ്പോ എനിക്ക് അതിൽ നിന്ന് മേടിക്കണമെന്ന് തോന്നിയില്ല. എനിക്ക് വേണ്ട എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഏതാണ്ട് വീടിന്റെ പാലുകാച്ചെടുക്കാറായി. അപ്പൊ പാലുകാച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എല്ലാം എല്ലാ വിധത്തിലും കുറയുന്ന കൂട്ടത്തില് ഈ ബാഗിനകത്ത് പ്രസന്റ് ഉണ്ടായിരുന്ന ഈ കാശിന്റെ വരവ് നിന്നു. വന്നപ്പോ എവിടെങ്കിലും കടം മേടിച്ചു വെക്കുള്ളൂ. അപ്പോ എന്നോട് നേരത്തെ ഇയാൾ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിയോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യട്ടെ. അപ്പം വീട് പണി കഴിഞ്ഞു, കാശിന്റെ വരവ് നിന്നു. വീട് പണി കഴിഞ്ഞു, കാശിന്റെ വരവ് നിന്നു. പക്ഷേ പാലുകാച്ച് നടത്താൻ കുറെ കാശ് വേണം. അതെല്ലാം കൂടെ കൂട്ടിയപ്പോഴത്തേക്ക് 10-30,000 രൂപ ആവശ്യമാണ് അന്നത്തെ കണക്കനുസരിച്ച്. അപ്പോ പുള്ളിയുടെ ഈ കാശ് ഉണ്ടല്ലോ, ലോട്ടറി അടിച്ചതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുള്ളിയോട് തന്നെ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, കാശെല്ലാം പോയി സാറേ. അയ്യോ, അന്ന് ഞാൻ ചോദിച്ചതല്ലായിരുന്നു. ഇനിയിപ്പോ എത്ര വേണം? ഞാൻ പറഞ്ഞു, എനിക്കൊരു 10-30 രൂപ വേണം. ശരി, എന്റെ കയ്യിൽ ആകെ 30 ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നാ രാമപിള്ളയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലേ കൊണ്ടുവരൂ, നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചെടുക്കാം. അത് തിരിച്ചു തരുന്നതിനെ പറ്റി പേടിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ അതിന്റെ ചെക്കൊന്നും എഴുതി തരുമൊന്നും വേണ്ട, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ പുള്ളി ബാങ്കിൽ പോയിട്ട് ആ കാശ് എടുത്തോണ്ട് വന്നു. 30,000 രൂപ എടുത്തോണ്ട് വന്നു. 30,000 രൂപ എടുത്തോണ്ട് വന്നിട്ട് പുള്ളി തന്നെ പറഞ്ഞു, എനിക്ക് 2,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് ഈ പറയാൻ പോകുന്നത്. എനിക്ക് 2,000 രൂപയുടെ ആവശ്യമുണ്ട്. ഞാൻ 2,000 രൂപ അങ്ങ് എടുക്കാം, സാറിന് ബാക്കി 28,000 രൂപ മതി. അതുകൊണ്ടെല്ലാം ശരിയായ അതേ ഇപ്പൊ എനിക്ക് തരാൻ പറ്റുള്ളൂ. ശരി, 28,000 രൂപ എടുക്കാന്ന് പറഞ്ഞു. 28,000 രൂപ തന്നു പുള്ളി. അത് ഞാന് വന്ന് പാലുകാച്ച് എല്ലാം നന്നായി നടത്താൻ പറ്റി. ഈ പറഞ്ഞ ആളും ആ നാട്ടുകാരും ഈ നാട്ടുകാരും ഒക്കെ നന്നായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ല പാലുകാച്ചായിരുന്നു. ഓക്കെ.
അങ്ങനെ ഇരിക്കെ ഞാൻ താമസവും ഇങ്ങോട്ട് തന്നെ, ഈ വീട്ടിലോട്ട് തന്നെ മാറി. ഓക്കെ. അപ്പൊ എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം വീട്ടിൽ വരും. തിങ്കളാഴ്ച മാത്രമേ ശനിയാഴ്ച വന്ന് തിങ്കളാഴ്ച ആ പുള്ളി പോകുന്നത്. അപ്പൊ അവിടുന്ന് ഒരു ഒന്ന് രണ്ട് പേര് അങ്ങനെ വരാറുണ്ട് ഈ എന്റെ വേദാന്ത ഭാഷണങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അക്കൂട്ടത്തില് ഇദ്ദേഹമുണ്ട്. അന്ന് അങ്ങനെ ഇരിക്കെ എനിക്കൊരു ട്രാൻസ്ഫർ ആയി എന്റെ ജില്ലയിലേക്ക് തന്നെ. മറ്റേ എന്റെ ജില്ലയല്ല, അടുത്തുള്ള ജില്ലയായിരുന്നു. എന്റെ ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആയി. ഞാൻ അവിടെ ഈ ജില്ലയിൽ ചാർജ് എടുത്തപ്പോ എനിക്കൊരു സംശയം, ഇയാളുടെ കാശ് കൊടുക്കാതാണ് ഞാൻ പോരുന്നത്, ഇനി എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും കാശ് വല്ലതും മറിക്കണോ, മറ്റേ രൂപ വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം. അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത സ്ഥലത്ത് ഇങ്ങനെ ചാർജ് എടുത്ത് ജോലി നോക്കുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കാശിന്റെ ആവശ്യമുണ്ട്, സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നാ വേണ്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് ബുദ്ധിമുട്ട്, നിങ്ങളുടെ കാശ് എനിക്ക് തന്നതാണ്, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ PF നിന്ന് വിഡ്രോ ചെയ്ത് 28,000 രൂപ അതിന്റെ പലിശയും കൂടെ കൊടുത്തു. പക്ഷെ പലിശ അയാൾ മേടിച്ചില്ല. മേടിക്കാതെ 28,000 രൂപയെ മേടിച്ചുള്ളൂ. മേടിച്ച് വീട്ടിൽ ചെന്ന് അയാൾ ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു. ഇയാളെ പൊക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ വണ്ടിയുമായിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മുട്ടിന് ഒക്കെ ഈ അടി കൊണ്ടിട്ട് മുട്ടിന് പാറ്റല ഒക്കെ പൊട്ടിയ ആളാ. നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. വലിയൊരു തട്ടിപ്പറിച്ചോണ്ട് പോയാൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇയാളെ അങ്ങ് വിട്ട ശേഷം ഞാൻ അവിടെ ഇയാളുടെ ഭാര്യയുടെ സമക്ഷത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെ കൊണ്ട് കൊടുത്തു. കാശ് സന്തോഷത്തോടെ തന്നെ അവർ മേടിച്ചു. ഞാനും സന്തോഷത്തോടെ തിരിച്ചു പോന്നു. അപ്പോഴത്തേക്കൊരു 12 മണി 1 മണിയായി കാണും. അതിനുശേഷം ഒരു 7 മണിയായപ്പോ ഇയാള് കൊട്ടാരക്കരയിൽ നിന്ന് വിളിക്കുന്നു. ഞാന് കൊട്ടാരക്കര നിൽക്കുക. അപ്പൊ ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാൾ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വന്ന് വണ്ടിയായിട്ട് അങ്ങോട്ട് വന്ന്. ബസ്സില്ല കാലത്ത് കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ വരാനായിട്ട്. കാരണം 7 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? ഞാൻ പറഞ്ഞു, എന്താ വീട്ടിൽ നിന്നും വല്ല പ്രശ്നമറ്റോ ഉണ്ടായിട്ടാണോ വന്നത്? ഇയാളുടെ മകൻ 2-3 പ്രാവശ്യം എന്നെ വിളിച്ചു, അച്ഛൻ വന്നു എന്ന് ചോദിച്ചു. ഉടൻ തന്നെ ഇയാൾ ഫോൺ കട്ട് ചെയ്ത ശേഷം പിന്നീട് അന്ന് ഈ ഫോൺ വിളി ഇപ്പോഴത്തെ പോലെ നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ല. ലാൻഡ് ഫോണിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബസ് സ്റ്റാൻഡിലുള്ള ബൂത്തിൽ നിന്ന് വിളിക്കാനേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ വലിയ പെട്ടി പോലുള്ള ഫോൺ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഫോൺ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. അപ്പൊ ഇയാള് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളെ തിരക്കിയിരിക്കുകയാണ്. ഞാൻ ഇയാളെ തിരക്കി, പിന്നെ വിളിച്ചനൊക്കെ ഒന്നും കിട്ടുന്നില്ല. അപ്പോ ഇയാളിനിയും എന്താണ് ഇയാള് ഭാവിച്ചിരിക്കുന്നത് നമുക്കൊന്നും മനസ്സിലായില്ല. അന്ന് പിന്നെ കണ്ടില്ല, പിറ്റേന്നും കണ്ടില്ല. 3-ാം ദിവസം ഇവരെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളിങ്ങനെ തിരുവനന്തപുരം വഞ്ചിയൂര് കോടതിയുടെ കളക്ടറേറ്റിന്റെ ഓപ്പോസിറ്റിൽ ഒരു ലോഡ്ജില് ഫാനിൽ തൂങ്ങി നിൽക്കുന്നു. ഈ 28,000 രൂപയും അവരെല്ലാം പോയി. എല്ലാവരും പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല, എല്ലാവരും പോയി. ഇപ്പൊ ഈ 28,000 രൂപയും അവിടെ വലിച്ച് ചേറിയിട്ടുണ്ട് ആ തൂങ്ങി നിൽക്കുന്നതിന്റെ കീഴിൽ. എന്തിനാ സാറേ തൂങ്ങിയത്? അതിപ്പോഴും അറിയില്ല, അതിന്റെ എന്താ കാരണം അറിയില്ല. അപ്പോ ഇയാളുടെ മരണത്തിനൊക്കെ പോയി. അതെല്ലാം കഴിഞ്ഞ് 1 വർഷമായപ്പോഴത്തേക്ക് ഇയാളുടെ ഈ തൂങ്ങുമരണമാണല്ലോ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് ഇയാളുടെ ഭാര്യ ഇവിടെ വന്നു. കൂടെ വരാറുണ്ട്. ഭാര്യ ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു, രാമേശ്വരത്തെ മറ്റോ പോയി ബലിയിടുകയോ മറ്റോ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ രാമേശ്വരത്ത് പറഞ്ഞയച്ച അന്ന് എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടായി. ഇയാളുടെ 19ാമത്തെ തൂങ്ങിമരണമാണിത്.
ഇയാള് ഒരു ഒരു പാപം ചെയ്തതിന്റെ ഫലമായിട്ട് 19ാമത്തെ തൂങ്ങി മരണമാണ് ഇപ്പൊ നടന്നത്. ആ പാപം എന്ന് പറയുന്നത് യേശുവുമായി ബന്ധപ്പെട്ട, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ആയിരുന്നു ഇയാള് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യത്തെ ജന്മത്തിൽ. ആദ്യത്തെ ജന്മത്തിലാണോ ഇടയ്ക്കുള്ള ജന്മത്തിലാണോ, എന്തായാലും ആ ജന്മത്തിന് ശേഷം 19ാമത്തെ ജന്മമാണ് ഇത്. പിന്നീട് തുടർച്ചയായിട്ട് തൂങ്ങിച്ചെത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജന്മങ്ങളിലും. ഇതോടെ ഒരു ആവശ്യമില്ലാതെ ഒരാവശ്യമല്ല. ഇത് വീട്ടിൽ പ്രശ്നം ഉണ്ടായതാണ്. ഈ കാശിന് വേണ്ടിയോ എന്തോ, ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, ഞാനത് പറയാൻ ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് മോൻ വിളിച്ചത്, എനിക്ക് മനസ്സിലായി. മോൻ വിളിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ പറയുന്നത് ശരിയല്ല. അവരാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ പിന്നീട് അത് മോശം. അപ്പൊ അങ്ങനെ പിന്നീട് ഞാൻ ചില പള്ളികളിലൊക്കെ പറഞ്ഞയച്ച് ഇയാൾക്ക് വേണ്ട പരിഹാരക്രിയകളൊക്കെ ഈ കുർബാന നടത്തുകയും ഇയാളുടെ പേരിൽ നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇയാള് ആ ചെയ്ത പാവം അങ്ങനെ തീർന്നുവെന്നാണ് വിശ്വസിച്ചത്. അപ്പൊ ഇനി ഇയാളുടെ പ്രത്യേകതകളുണ്ട് ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്ക് ഉപദേശം കൊടുത്തു, ഗായത്രി ഉപദേശം കൊടുത്തു. ഞാനത് കൊടുത്തു കഴിഞ്ഞതിന്റെ അന്ന് തന്നെ എനിക്ക് പാലക്കാട് എന്നൊരു ആശ്രമമുണ്ട്. അന്നും ഇപ്പോഴും, ഇപ്പൊ വലിയ ബന്ധങ്ങളൊന്നുമില്ല, അന്ന് ബന്ധമുണ്ട്. ഏതോ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുകയാണ്. അതിന് ഞാൻ പോയി. ഇത് കഴിഞ്ഞിട്ട് അതിന് പോയിട്ട് അപ്പോഴ് ഇതുപോലുള്ള ലാൻഡ് ഫോണിൽ അവിടെ ഒരു വിളി വന്നു. ഇങ്ങനെ ഈ പറഞ്ഞ ആളിന് രോഗം കൂടുതലായിട്ട് ഒരു മെന്റൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന, കൊല്ലൂരുള്ള ഒരു മെന്റൽ ആശുപത്രി. ഈ പറഞ്ഞ ആളിന് രോഗം കൂടിയിട്ട് മെന്റൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഈ മരിക്കുന്നതിനൊക്കെ ഒത്തിരി നാൾ മുമ്പ്, മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഈ ലോട്ടറി അടിച്ച സമയത്തോട് അനുബന്ധിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. അന്നേരമാണ് ഒരു 5 ദിവസം ഗായത്രി ചെയ്തപ്പോഴത്തേക്ക് ഇയാൾക്ക് സിദ്ധി ഇളകിയപ്പോഴത്തേക്ക് ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ലോകത്തിന്റെ അന്ത്യം എങ്ങനെയാണ്, ഇതൊക്കെ ഇയാള് കാണാനും ഒക്കെ തുടങ്ങി. മാത്രമല്ല ഇയാളുടെ ഭാര്യയൊക്കെ ഒരു വലിയ ഭീകരജീവിയായിട്ടും ഇയാളുടെ അടുക്കലേക്ക് ചെല്ലുന്നവരെല്ലാം ഭീകര ജന്തുക്കളായിട്ടും മറ്റും കാണുന്നത്. ഇയാൾക്ക് ആകെ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഇവിടെ ഇല്ലതായി, ഞാൻ എവിടെയെന്നുള്ളതാണ് ഇയാൾ ചോദിക്കുന്നത്. അപ്പൊ അതിനാണ് ഈ ഭാര്യയും ഒക്കെ എന്നെ പാലക്കാട്ടേക്ക് വിളിച്ച് പെട്ടെന്ന് വരണേ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ എന്തായാലും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇയാൾക്ക് ആശുപത്രി, ഞാൻ അറിയുന്ന ഒരു ഡോക്ടറാണുള്ളത്, അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോഴത്തേക്ക് 2-3 ഷോക്ക് കൊടുത്തു കഴിഞ്ഞു, 5 ഷോക്കോ മറ്റോ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ ചോദിച്ചറിയും, എന്താ സംഭവിച്ചത് ഇങ്ങനെ. അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ മുമ്പില് പ്രപഞ്ചം ഇല്ലാതായിട്ട് ഒരു പ്രധാന നക്ഷത്രവും അതിനും ചുറ്റും ഒരു 4 വലിയ നക്ഷത്രങ്ങളും. അതിലെ പ്രധാന നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് എന്നോട് സമമുള്ള നക്ഷത്രമാണ്. ബാക്കി 4 നക്ഷത്രത്തെ പറ്റി അദ്ദേഹത്തിന് വരാനിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ ഈ നക്ഷത്രങ്ങള് ആശ്രയിച്ചാണ് ഇനിയും ഈ ലോകത്തിന്റെ നിലനിൽപ്പ്, പോക്ക്. അപ്പൊ അതിന് എന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാല്, അന്ന് ഒരു 5 കാര്യങ്ങളാണ് ഇയാൾക്ക് അന്ന് തെളിഞ്ഞു കിട്ടിയത്. ഈ 5 കാര്യങ്ങൾ അന്ന് പറഞ്ഞപ്പോ നിസ്സാര കാര്യങ്ങളായതുകൊണ്ട് ഞാനൊന്ന് എഴുതിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഇയാളുടെ മരണവും കഴിഞ്ഞു, പിന്നോട്ട് പറയാനും ആളില്ലാതായി. 2 കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോ അന്ന് ഈ പെട്ടി പോലിരിക്കുന്ന ഡയൽ ചെയ്യുന്ന ഫോൺ മാത്രമേ ഉള്ളൂ. ഒരാളുടെ കയ്യിൽ 1-ൽ കൂടുതൽ ഫോൺ ഉണ്ടാകും. അത് നമുക്ക് ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. ഒരു ഫോൺ കൊണ്ടു നടക്കും, ഈ പെട്ടി പോലിരിക്കുന്ന സാധനം എങ്ങനെയാ കൊണ്ടു നടക്കുക? പക്ഷെ ഒരാളുടെ കയ്യിൽ 1-ൽ കൂടുതൽ ഫോൺ ഉണ്ടാകും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ദുസ്വാതന്ത്ര്യമുള്ളവരായിത്തീരും. സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യപ്പെടുന്ന
കാലമാകും. ഇതുപോലെ 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ മറന്നുപോയി. അതോടുകൂടി പ്രപഞ്ചത്തിന്റെ അവസാനമായിരിക്കും. പക്ഷെ അത് കാണാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. അതിന് മുമ്പായിട്ട് പുള്ളി എടുത്ത് പറഞ്ഞതാണോ അതോ പുള്ളിക്ക് ഇതായിട്ട് തോന്നിയാണോ? ബൈബിളുമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല. ബൈബിളുമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല. അതൊന്നും ഇയാൾക്ക് അറിയത്തില്ല. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞ ശേഷം ഇദ്ദേഹത്തിന് ഈ 5 കാര്യവും പറഞ്ഞു. 5 കാര്യം പറഞ്ഞപ്പോ ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്നാണ് അന്ന് ചിന്തിച്ചത്. എവിടെ നടക്കാൻ? ഈ 2 ഫോണൊക്കെ ഒരാൾ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കുന്ന കാര്യം. ഈ പെട്ടി പോലുള്ള എങ്ങനെ ഒരു ഫോൺ പോലും കൊണ്ട് നടക്കാൻ പറ്റില്ല. ഇതിന്റെ കണക്ഷൻ വേണ്ടേ? ഇപ്പോഴത്തെ പോലെ വയർലെസ് സംവിധാനം ഒരിക്കലും വരുമെന്ന് വിചാരിച്ചതല്ല. അതുപോലെ ആ പറഞ്ഞ 2 കാര്യങ്ങളും ഇപ്പൊ ഓർമ്മയിലുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷെ കുറെ അങ്ങോട്ട് കഴിഞ്ഞു. 2005 ആയപ്പോഴത്തേക്ക് മൊബൈൽ ഫോണിന്റെ വരവോടുകൂടി ഇയാൾ പറഞ്ഞതെല്ലാം ശരിയാകുകയാണല്ലോ എന്നൊരു തോന്നൽ വന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞതെല്ലാം മറന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞതെല്ലാം. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അത് അത്രയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് അസാധ്യമാകും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ പുള്ളി ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ പുള്ളിക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ സമയത്തേക്ക് പുള്ളി കാണില്ല. അതായിരുന്നു അയാളുടെ ദുഃഖം. അയാൾക്ക് എന്താ സംഭവിക്കുമെന്ന് അയാൾക്കറിയില്ല. ആ സമയത്തേക്ക് അയാൾ കാണില്ല. പക്ഷെ അയാള് ആ സമയത്തേക്ക് കാണില്ല എന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഇയാള് വല്ല അസുഖമൊക്കെ പിടിച്ചിട്ട് മരിക്കുമായിരിക്കും. ഇതൊക്കെയാ വിചാരിച്ചത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ ഇയാള് അങ്ങ് സ്വാഭാവികമായിട്ട് മറന്നു. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന ശേഷം ഇയാള് തൂങ്ങി വരണമുണ്ടായി. ഇതാണ് ഈ പറഞ്ഞ വ്യക്തിയെ പറ്റി ഉണ്ടായ അനുഭവം. പുള്ളി എന്റെ ഒരു കൈ പോലെയായിരുന്നു. ഇതുപോലുള്ള ഇൻഡ്യൂഷൻസ് കുറെ ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടുമായിരുന്നു. അത് വേറെ ആരിൽ നിന്ന് ഇത്രത്തോളം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ സാറിന്റെ ആ പേഴ്സില് പൈസ വന്ന് ഇത് ചെയ്യാന്നുള്ളത് അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു അല്ലേ? പൈസ വന്ന് എന്താന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല, അപ്പോഴും അറിയില്ല. ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എവിടുന്നാണെന്നും അറിയില്ല. പിന്നെ വന്നിട്ടുമില്ല. അത് ഡെയിലി വരും. അല്ല, ഡെയിലി വരും. സംഭവമല്ലേ? ഇപ്പോഴും വരുന്നുണ്ടോ? ഇല്ലില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, പാലുകാച്ചിന്റെ തുടങ്ങിയപ്പോൾ കാശിന്റെ ഈ 30,000 രൂപ 22 ഇയാളെ തിരിച്ചറിയാനുള്ള ഒരു ഉപാധി 28 വെള്ളിച്ചക്രമാണ്. അതാണ് അവിടെ വലിച്ചെറിഞ്ഞത്. അന്ന് യൂദാസ് 28 വെള്ളിച്ചക്രം വലിച്ചെറിഞ്ഞിട്ടാണല്ലോ യൂദാസ് ആദ്യത്തെ തൂങ്ങുമരണം നടത്തുന്നു. ഇതിപ്പോ അത് പെരുകിന്റെ മൂല്യം 28,000 രൂപയായിട്ട് മാറി. അത് ജന്മജന്മാന്തരങ്ങളായിട്ട് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് 19ാമത്തെ ജന്മത്തിലാണ് ഇയാൾ ഇപ്പൊ തൂങ്ങി മരിച്ചിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ സനാതന ധർമ്മത്തിൽ അതിനൊരു ക്ലോഷർ കൊടുക്കാനൊക്കെ ഉള്ള ഉപാധികളുണ്ട്. അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. അത് സമയത്തിന് അറിഞ്ഞെങ്കിലല്ലേ ക്ലോഷർ കൊടുക്കാൻ പറ്റുള്ളൂ. സമയത്തിന് അറിഞ്ഞായിരുന്നു എന്തെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അറിയാൻ പറ്റിയില്ല, ചെയ്യാനും പറ്റിയില്ല. മരണം കഴിഞ്ഞ ശേഷമാണ് ഇതിനെപ്പറ്റിയുള്ള ഏകദേശ രൂപങ്ങളൊക്കെ അറിഞ്ഞു വരുന്നത്. മരണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ്, 1 വർഷം തികയുന്നെന്നാണ് അറിയുന്നത്. ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തോളം അവർ ഈ എർത്ത് പ്ലെയിനിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സാറിന് എന്താണ് അത് തോന്നുന്നത്? അത് അവരുടെ പ്രേത ശരീരമാണ് എർത്ത് പ്ലെയിൻ ഉണ്ടാവുക. അവരുടെ ആത്മാവ് അപ്പോഴേ അവരുടെ അത് പോകാനൊരു സ്ഥലമുണ്ട്. ആത്മശരീരം പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടത്തേക്ക് ആത്മശരീരം അപ്പോഴേ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് പോകും. പക്ഷെ പ്രേതശരീരം ഉണ്ടല്ലോ, ആ ഒരു ഇന്റലിജൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞു. പ്രേതശരീരം ഇവിടെ നിൽക്കും. ഞാൻ ഒരുപാട് പ്രേതശരീരങ്ങളെ കണ്ടിട്ടുണ്ട്. ഇവിടെ മരിച്ച ശേഷം ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരുപാട് പ്രേതശരീരങ്ങളെ കണ്ടിട്ടുണ്ട്. രാവും കണ്ടിട്ടുണ്ട്, പകലും കണ്ടിട്ടുണ്ട്. പ്രേതശരീരങ്ങളാണ് ഇവരെന്നറിയുന്നത് പിന്നീട് ചിലപ്പോ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അല്ലെങ്കിൽ ചിലപ്പോ അന്ന് തന്നെ ഇന്നാര് ഒരു ഇൻസിഡന്റില് ഇന്നാര് ഞാൻ കണ്ടുവെന്നോ മറ്റേ പറയേണ്ടി വരുമ്പോ അയാൾ മരിച്ചിട്ട് ഇത്ര വർഷമായില്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് ഇയാള്
അത് ഞാൻ കണ്ടത് പ്രേത ശരീരമാണെന്ന് അറിയും. തിരിച്ചറിയാൻ പറ്റില്ല. മനുഷ്യ ശരീരവും പ്രേത ശരീരവും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല.